ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇഫ്താർ 7 ആണ് കേട്ടോ. വെച്ചാൽ ഇഫ്താർ 7 ആയതുകൊണ്ട് ഏഴാമത്തെ സ്പെഷ്യൽ ആവോ അല്ലേ ഒന്നും അറിയില്ല. കാരണം അത് ചിലപ്പോൾ അത് റെഡിയാവും, ചിലപ്പോൾ അത് റെഡിയാവില്ല. എന്തായാലും നിങ്ങളിത് കാണണം. ഓക്കെ, സെറ്റ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലസാനിയാണ്. ഉള്ളിൽ മോമോസിൻ്റെ ഫില്ലിങ്ങും കാണുമ്പോൾ ലസാനിയ പോലത്തെ ആയിരിക്കും. അപ്പം ഇതിന് നമുക്ക് സമൂസ ഷീറ്റ് വേണം. സമൂസ ഷീറ്റ് ഇതേപോലെ ആമി എടുത്ത് വെച്ചിട്ടുണ്ട്. യെസ്. പിന്നെ കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആമയുടെ പ്രിപ്പറേഷൻ ആണ്. അപ്പം അതിൽ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മളെ തക്കാളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെന്താ ചെയ്യാൻ പോണ ആമി? നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവാണ്. അതെ, ഇതിലേക്ക് ഒരു 2 കഷ്ണം ഗാർലിക്കും അതേപോലെ ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഈ ചിക്കനെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച ചിക്കനും ഗാർലിക്കും കൂടെ വേവിച്ചതിനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓനിയൻ ആമി ഉള്ളി ഇടാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൽ ക്യാപ്സിക്കം ഇടാം കേട്ടോ. പക്ഷെ ആമിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആമി ഇടുന്നില്ല. അതിലൂടെ കുറച്ച് പെപ്പർ ഇടാം. കുറച്ചുകൂടി ഇട്ടോ. ഓക്കെ. പിന്നെ സോയ സോസ് ഒഴിക്കാം. ഒഴിച്ചോ? രണ്ട് സ്പൂണിൽ സോയ സോസ് ഒഴിച്ചു. ഇനി ഉപ്പിടുന്നുണ്ടോ? കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. കാരണം ഇതിൽ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മിക്സ് ചെയ്യും അല്ലേ? ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല മഴയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, അതുകൊണ്ട് അതിൻ്റെ ശബ്ദം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ 2 ഷീറ്റ് സമൂസ ഷീറ്റിനെ ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. 2 ഷീറ്റായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇതിനെ വേവിച്ച് വെച്ചു അല്ലേ? അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഫില്ലിങ്സ് ഇടാണ്. ഇത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിട്ട് ആദ്യം ഇട്ടതിന്റെ മേലെ ഇതേപോലെ തന്നെ വീണ്ടും സമൂസ ഷീറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്തു. ഇനിയിപ്പം വീണ്ടും ബാക്കിയുള്ള ഇതും കൂടെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചിക്കന് ആയിട്ട് ഇടുന്നത്. ഇനി ഒന്നും കൂടെ നമ്മൾ സമൂസ ഷീറ്റ് ഇട്ടാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്ത് വെക്കാം. നമ്മളിതിനെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഇത് ശരിക്കും ഇതിനൊരു മോമോസിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ ആമി? അതാണ് ഞാൻ പറഞ്ഞത്. മോമോസിന്റെ ഫീലിങ്ങും കുക്കായി വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡും എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആമി ഇത് എന്തൊക്കെ വെച്ചിട്ടാ സോസ് ഉണ്ടാക്കി? ഇത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ടൊമാറ്റോ വേണം. പിന്നെ ടൊമാറ്റോൻ്റെ സോസ്, സോയ സോസ്, പിന്നെ ഒരു ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒഴിക്കാം. കംപ്ലീറ്റ് ആമീൻ്റെ റെസിപ്പിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയാൻ വന്നിട്ടുള്ളൂ അല്ലേ ആമി? ആമി ഇതിനെ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ സോസിനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ആമി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകും. ജസ്റ്റ് ഒന്നിങ്ങനെ. അപ്പം ഇതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ കുക്കായിട്ടുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് നമുക്ക് നോക്കാം അല്ലേ ആമി? ഇതെല്ലാം സ്റ്റീമിംഗ് ആണ്. നമ്മളിതിൽ എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂണ് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇത് പൊരിച്ചെടുത്ത് അങ്ങനെയൊന്നുമില്ല. കുറച്ച് പെട്ടെന്ന് ഒരു 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മണിക്കൂറൊന്നും എടുത്തില്ല, 1/2 മണിക്കൂർ വേവിക്കാനുള്ള ഒരു ടൈം മാത്രം. അപ്പോൾ അത്രയും സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. അപ്പം ആമി ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ? പേരൊന്നും കറക്റ്റ് അറിയില്ല എനിക്ക്. എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, കൊളായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് കഴിച്ചിട്ട് ഇപ്പം പറയാൻ പറ്റില്ല. ഇനി നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് നോമ്പ് വന്നിട്ട് ഇൻഷാ അല്ലാഹ് അപ്പം എടുക്കാം. ഓക്കെ.
നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാ. അപ്പം സക്സസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.